മലയാള സിനിമയിലെ മിന്നും താരമായിരുന്നു ഒരു കാലത്ത് ചിത്ര. മലയാളികളുടെ മനസ്സിൽ തങ്ങി നിന്ന ഒട്ടേറെ കഥാപാത്രങ്ങളെ ചിത്ര അവതരിപ്പിച്ചിട്ടുണ്ട്. ആട്ടക്കലശം എന്ന ചിത്രത്തിലൂടെ സിനിമയിലേക്കെത്തിയ ചിത്ര ഗ്ലാമറസ് വേഷങ്ങളിലൂടെയാണ് ശ്രദ്ധേയയായത്. മോഹൻലാൽ, മമ്മൂട്ടി, സുരേഷ് ഗോപി തുടങ്ങിയവർക്കൊപ്പമെല്ലാം അഭിനയിക്കാനുള്ള അവസരം ഈ താരത്തിന് ലഭിച്ചിരുന്നു. വിവാഹത്തോടെയാണ് ചിത്ര സിനിമയിൽ നിന്നും ഇടവേള എടുത്തത്. ഇടവേളയ്ക്ക് ശേഷമുള്ള തിരിച്ചുവരവിനായി കാത്തിരിക്കുകയായിരുന്നു ആരാധകർ. വർഷങ്ങൾ നീണ്ട ഇടവേളയ്ക്ക് ശേഷം പല താരങ്ങളും സിനിമയിലേക്ക് തിരിച്ചെത്തിയതോടെയാണ് ചിത്രയുടെ തിരിച്ചുവരവിനെക്കുറിച്ചുള്ള ചോദ്യങ്ങളും ഉയർന്നു വന്നത്. അമരം, ദേവാസുരം, പാഥേയം, ഏകലവ്യൻ, പൊന്നുച്ചാമി, ആറാം തമ്പുരാൻ തുടങ്ങി സൂത്രധാരൻ വരെയുള്ള സിനിമകളിൽ ശ്രദ്ധേയമായ വേഷമായിരുന്നു ചിത്രയ്ക്ക് ലഭിച്ചത്. ദേവാസുരത്തിലെ കഥാപാത്രം തനിക്ക് ജീവിതത്തിൽ തന്നെ ബാധ്യതയായി മാറിയതിനെക്കുറിച്ചാണ് താരം ഇപ്പോൾ പറയുന്നത്. മോഹൻലാലിന്റെ കരിയറിലെ എക്കാലത്തെയും മികച്ച സിനിമകളിലൊന്നാണ് ദേവാസുരം. മംഗലശ്ശേരി നീലകണ്ഠൻ എന്ന നായകനായാണ് താരം എത്തിയത്. ബോക്സ് ഓഫീസിൽ നിന്നും ഗംഭീര വിജയം സ്വന്തമാക്കിയ സിനിമ കൂടിയായിരുന്നു ഇത്. സുഭദ്രാമ്മ എന്ന കഥാപാത്രത്തെയായിരുന്നു ചിത്ര അവതരിപ്പിച്ചത്. വേശ്യയുടെ വേഷമായതിനാൽ സിനിമ സ്വീകരിക്കേണ്ടെന്ന നിലപാടിലായിരുന്നു അച്ഛനും താനുമെന്ന് താരം പറയുന്നു. ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനോട് യോജിപ്പുണ്ടായിരുന്നില്ല. എന്നാൽ നായികയല്ലെങ്കിലും ചിത്ര തന്നെ ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കണമെന്നായിരുന്നു ശശിയേടൻ പറഞ്ഞത്. ഇതോടെയാണ് ഈ സിനിമ സ്വീകരിച്ചതെന്ന് താരം പറയുന്നു. IV ശശി മാത്രമല്ല, അദ്ദേഹത്തിന്റെ ഭാര്യയും അഭിനേത്രിയുമായ സീമ ചേച്ചിയും ഈ കഥാപാത്രത്തെ അവതരിപ്പിക്കുന്നതിനായി നിർബന്ധിച്ചിരുന്നു. ദേവാസുരം മിസ് ചെയ്യരുതെന്നായിരുന്നു അന്ന് സീമ ചേച്ചി പറഞ്ഞത്. മോഹൻലാലും നെഗറ്റീവ് കഥാപാത്രത്തെയാണ് അവതരിപ്പിക്കുന്നതെന്നും ചേച്ചി പറഞ്ഞിരുന്നു. അപ്പോൾ പിന്നെ സുഭദ്രാമ്മ എന്ന നെഗറ്റീവ് കഥാപാത്രത്തെ അവതരിപ്പിക്കാൻ നീ എന്തിനു മടിക്കണമെന്നായിരുന്നു ചേച്ചി ചോദിച്ചത്. ആ ചോദ്യം തന്റെ ഉള്ളിൽ തട്ടിയെന്നും താരം പറയുന്നു. ദേവാസുരത്തിലെ ആ വേഷം നന്നായെന്ന് പറഞ്ഞ് പിന്നീട് പലരും അഭിനന്ദിച്ചിരുന്നു. വഴിപിഴച്ച് ജീവിക്കുന്നവളുടെ ജീവിതം വെള്ളിത്തിരയിൽ അവതരിപ്പിച്ചതുമായി ബന്ധപ്പെട്ട് അത്തരം കഥാപാത്രങ്ങൾക്കായി മാത്രം തന്നെ സംവിധായകർ വിളിക്കുന്ന അവസ്ഥയുണ്ടായെന്നും താരം പറയുന്നു. മദാലസ വേഷത്തിലേക്കായിരുന്നു പലരും പിന്നീട് തന്നെ സമീപിച്ചതെന്നും താരം പറയുന്നു. ആറാം തമ്പുരാനിലെ തോട്ടത്തിൽ മീനാക്ഷിയും സൂത്രധാരനിലെ കഥാപാത്രം വരെ ആ തരത്തിലുള്ളതായിരുന്നു. ഇത്തരം കഥാപാത്രങ്ങളോട് നോ പറയുമ്പോൾ ചിത്ര ചെയ്യേണ്ട, വേറെ താരത്തെ വിളിച്ചോളാമെന്നായിരുന്നു സംവിധായകരുടെ മറുപടി. ചിത്ര പറയുന്നു. You're watching me and you're watching me on metromatney.com. on metromatney.com. 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 Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.